വിശേഷങ്ങളുടെയും മനോഹരമായ കാഴ്ചകളുടെയും പുത്തൻ പതിപ്പിലേക്ക് സ്വാഗതം. മഴക്കാലമായാൽ കൂടുതൽ സുന്ദരമാകുന്ന ചില ഇടങ്ങളുണ്ട്. അങ്ങനെയൊരിടം കോഴിക്കോടുമുണ്ട്, ആഞ്ഞിലോറ മല. ഇവിടുത്തെ പുല്ല് പുതച്ച പച്ചപ്പ് കാണാൻ എന്തൊരു രസമാണെന്നോ. ഇവിടെ വരെ മാത്രമാണ് വാഹനങ്ങൾക്ക് അനുവാദമുള്ളത്. ഇവിടെ നിന്നൊരു 300 മീറ്റർ കാൽനടയായി വേണം നമുക്ക് മുകളിലെത്താൻ. റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും താൽക്കാലികമായി വാഹന ഗതാഗതം മുകളിലേക്ക് നിരോധിച്ചിരിക്കുകയാണ്. റോഡ് ടാർ ചെയ്തതിനാൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇരുവശത്തു നിന്നും ചെറുമരങ്ങളും വള്ളികളും റോഡിന് മുകളിലേക്ക് പടർന്നു നിൽക്കുന്നതിനാൽ ചൂടും അനുഭവപ്പെടുന്നില്ല. വെളുത്ത ആകാശത്തിന് സമാന്തരമായി പച്ചപ്പുല്ല് വിരിച്ചതുപോലെ ആഞ്ഞിലോറ മല. ഇത് ഏതൊരാളെയും മാടി വിളിക്കാൻ തക്കതായ ആകർഷണീയതയുള്ളതാണ്. ആഞ്ഞിലോറ മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഈ പച്ചപ്പുല്ലുകളും കറുത്ത കല്ലുകളുമൊക്കെ ഈ പ്രദേശത്തെ ആകർഷണീയമാക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളും വളരെ മനോഹരമുള്ളതാണ്. ഫോട്ടോകൾ എടുക്കാനും റീലുകൾ ഷൂട്ട് ചെയ്യാനും ഇവിടെ നിരവധി ആളുകൾ എത്താറുണ്ട്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ചെക്കന്മാരെല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി വൈബാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോടൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ല രസമാണ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കുറേ കാഴ്ചകളൊക്കെ കാണാം. അങ്ങോട്ട് കാഴ്ചകളൊക്കെ കാണാൻ സ്കൂളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. ഞങ്ങൾ ഒഴിവിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കും. പ്രദേശവാസികളുടെ ഇഷ്ടകേന്ദ്രമാണിവിടം. ഇവിടെ വന്നാൽ പ്രത്യേക വൈബാണെന്ന് യൂത്തന്മാർ പറയും. അടിപൊളി പ്ലേസാണ്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും വരലുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാനിവിടെ അടുത്തുള്ളതാണ്. പിന്നെ എന്താ പറയുക, തണുപ്പ് പിടിച്ച ക്ലൈമറ്റിലൊക്കെ നല്ല അടിപൊളി പ്ലേസാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അത്രയും കുറച്ച് ഫേമസ് ആണ് ഇവിടെ ആഞ്ഞിലോറ മല പറഞ്ഞാൽ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യാസ്തമയത്തോടടുത്ത സമയത്തുമൊക്കെയാണ് ഈ പ്രദേശം കൂടുതൽ മനോഹരമാകുന്നത്. അതിനോടൊപ്പം ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആകുമ്പോൾ സംഗതി ആഹാ കിടിലൻ. ഓവൽ ഷേപ്പിലുള്ളതാണ് ആഞ്ഞിലോറ മല. ഏത് ഭാഗത്തു കൂടിയും സന്ദർശകർക്ക് ഇതിനു മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ആഞ്ഞിലോറ മല. കോഴിക്കോട് നഗരത്തിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ദൂരമുള്ളത്. ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാനും ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ സ്ഥിരമായി വരാറുള്ളൊരു സ്ഥലമാണ്. എന്നാൽ കുറച്ചധികം ദൂരത്ത് നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്ക് നഷ്ടബോധം തോന്നാത്തൊരനുഭൂതി ഇവിടെ നിന്ന് ലഭിക്കും. ക്യാമറാമാൻ പ്രശോഭിനും ജിതീഷിനുമൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്. റീലുകൾ തരംഗമാകുന്ന കാലമാണിത്. ഇനി അത്തരമൊരു കാഴ്ചയിലേക്കാണ്. പക്ഷേ ഇതൊരു പതിവ് കാഴ്ചയല്ല. സുന്ദരമായ അരുവിയെല്ലാമായി പ്രകൃതി അനുഗ്രഹിച്ചൊരു ക്ഷേത്രത്തിലേക്കാണ് ഈ തീർത്ഥയാത്ര. നമസ്തേ. എങ്ങോട്ടാ യാത്ര എന്ന് പറഞ്ഞില്ല അല്ലേ? നമുക്കെല്ലാം ഇപ്പോൾ പരിചിതമായ ഒരിടത്തേക്കാണ്. ഇൻസ്റ്റഗ്രാം റീൽസിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ തരംഗമായിരിക്കുന്ന ഒരു ക്ഷേത്രം. കോട്ടയം കാണക്കാരിക്കടുത്തെ അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ഈ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ 30 സെക്കൻഡിൽ ഒതുങ്ങുന്നതല്ല ഈ ക്ഷേത്രത്തിൻ്റെ പെരുമ. അതിലേറെ വിശേഷങ്ങൾ പറയാനുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര.
നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കിടു സ്ഥലം, പൊളി വൈബ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇത്. എന്തുകൊണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് അത് പറയുന്നതെന്നല്ലേ? ഇവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ സ്ഥലം എത്താറായി എന്നറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നന്നായിട്ട് കാതോർത്ത് കഴിഞ്ഞാൽ ഈ പുഴയുടെ, ഒരു അരുവിയുടെ ഒരു ചിലമ്പൊച്ച നമുക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല ഈ റബ്ബറിൻ്റെയും അതുപോലെ തന്നെ ഈ തേക്കെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് നല്ലൊരു ചീവീടിൻ്റെ ശബ്ദവും കേൾക്കാം. ഒരു നല്ലൊരു മെഡിറ്റേഷൻ, ഒരു മൂഡ് ലഭിക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊളി വൈബ് കിടു സ്ഥലം എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അമ്പലത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. വെള്ളവും ഇതൊക്കെ കണ്ട് അങ്ങനെ കണ്ടു വന്നതാണ്. മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഒപ്പം തന്നെ ഗണപതി, കുടുംബസമേതനായിട്ടുള്ള ശാസ്താവ്, ഭദ്രകാളി, നാഗങ്ങൾ, യക്ഷി എന്നിവയെല്ലാം ഇവിടെ ഉപദേവതകളായി അനുഗ്രഹം ചൊരിയുന്നുണ്ട്. ഇന്നാടിൻ്റെ ഒരു ആത്മീയ അഭയകേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. തൊഴുതു. നല്ലൊരു അനുഭവം. ഇങ്ങനത്തെ ഒരു കാട്ടുപ്രദേശം പോലത്തെ സ്ഥലമായതുകൊണ്ടേ നല്ലൊരു സുഖമാണ്. ഞങ്ങൾ ടൗണിലായതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇങ്ങനെ സന്തോഷം വരാൻ തോന്നിയത്. കൂടുതൽ പേര് മഹാദേവന്റെ ആരാധകരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റും. നമ്മൾ ടി വിയിൽ യൂട്യൂബും പിന്നെ ഈ വ്ളോഗേഴ്സ് പലതും ഇടുന്നുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ട് ഇതൊരു ആഗ്രഹം തോന്നി. ഒരുപാട് നാളായി ഇങ്ങനെ നോക്കിക്കണ്ടിരിക്കണോ. അപ്പോൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് ഇന്നലെ രാവിലെ പോന്നു, രാത്രി എറണാകുളത്തെത്തി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ രാവിലെ പോകുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുള്ളത്. ക്ഷേത്രത്തിൽ നമ്മൾ പണ്ട് കാലത്ത് വില്യമംഗലം സ്വാമിയാർന്ന് തന്നെ ഒരു സ്വാമി ഏറ്റുമാനൂർ വരികയും ഏറ്റുമാനൂരും പ്രദേശവും കാടായി കിടക്കുന്ന സമയത്ത് ശിവചൈതന്യമുണ്ടെന്ന് തെളിയുകയും അങ്ങനെ താൽക്കാലിക പൂജയ്ക്കായിട്ട് അരുവിക്കൽ മഹാദേവ ക്ഷേത്രം പണിതുമായിട്ടാണ് സങ്കല്പം. അന്ന് ഈ ക്ഷേത്രം ഗുഹയ്ക്കടിയിലാണെന്നാണ് പറയപ്പെടുന്നത്. പിൻകാലത്ത് ഗുഹമുഖം അടഞ്ഞു പോവുകയും പിന്നെ ഈ ക്ഷേത്രം ഇപ്പോഴത്തെ ക്ഷേത്രം പണിയുമായിട്ടാണോ സങ്കല്പം. ഇതിൽ വരുന്ന ഒരു ഗുഹ, ഈ വടക്ക് വശത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹ കാഞ്ഞിരത്താനം പഴയ ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ അടുത്ത കാലഘട്ടത്താണ് ഈ ഗുഹ അടഞ്ഞു പോയത്. എന്നാലും ഇപ്പം ശരിക്കും കാണാം. തീർത്ഥാടന ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തുറന്നിടുന്നത്. സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയാൽ, കൃത്യമായി വിനിയോഗിച്ചാൽ ടൂറിസം ഭൂപടത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലായി മാറും ഈ ക്ഷേത്രം. ആൾക്കാർ ഈ വർഷമാണ് ഇത്രയും കൂടുതൽ അറിയപ്പെട്ടത്. പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് ഇതൊരു വളരെ പുണ്യപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇത് ഈ അരുവി ഒഴുകുന്നതും ഈ അമ്പലവും ഈ പ്രദേശവും ഒക്കെ ഒരു വളരെ അനുഗ്രഹപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് കുറവലങ്ങാടിൻ്റെയും കോട്ടയത്തിൻ്റെയും കളത്തൂരിൻ്റെയും ആയ ഒരു പ്രകൃതി ഭംഗിയോടുകൂടിയുള്ള ഒരു അമ്പലവും അതിൻ്റെ മുകളിൽ കൂടി ഒഴുകുന്ന അരുവിയുമാണിത്.
അരുവിക്കലിൽ നിന്ന് ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം. പാതാളത്തവളയെന്ന് കേട്ടിട്ടുണ്ടോ? മാവേലി തവളയെന്നും വിളിപ്പേരുണ്ട്. സഹ്യപർവ്വത നിരകളിൽ കാണപ്പെടുന്ന തവളയാണിത്. IUCN പട്ടിക പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനമാണിവ. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് കണ്ട പാതാളത്തവളയുടെ വിശേഷങ്ങളാണിനി. പാതാളത്തവള, പന്നിമൂക്കൻ തവള, മഹാബലി തവള, മാവേലി തവള എന്നൊക്കെയാണ് ഇവന്റെ വിളിപ്പേരുകൾ. പർപ്പിൾ ഫ്രോഗ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സുവോഗ്ലോസിഡായ കുടുംബത്തിൽപ്പെടുന്ന ഇവ ജീവിച്ചിരിക്കുന്ന ഫോസിലുകളായും കണക്കാക്കപ്പെടുന്നു. പാതാളത്തവളയുമായി സാമ്യമുള്ള തവളകൾ മഡഗാസ്കറിലും സെഷെൽസ് ദ്വീപുകളിലുമാണ് ഉള്ളത്. 2003 ഒക്ടോബർ മാസത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് കോതമംഗലം, എരുമേലി, പാലക്കാട്, സൈലന്റ് വാലി, തൃശൂരിലെ പട്ടിക്കാട്, തമിഴ്നാട് ആലമലയിലെ ശങ്കരൻകുടി തുടങ്ങിയ സ്ഥലങ്ങളിലും പാതാളത്തവളയെ കണ്ടെത്തി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആദ്യമായാണ് ഇടുക്കി ഉടുമ്പൻചോലയിൽ തവളയെ കണ്ടെത്തിയത്. 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും സെൽഷ്യസും ഗോണ്ട്വാന വൻകരയുടെ ഭാഗമായിരുന്നപ്പോൾ ഉരുത്തിരിഞ്ഞവയാണ് ഈ തവളകളെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 7 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മണ്ണിനടിയിലാണ് ജീവിതത്തിന്റെ മുഖ്യ ഭാഗവും ചിലവഴിക്കുന്നത്. മണ്ണിനടിയിലുള്ള ചിതലുകളും വിരകളുമാണ് മുഖ്യ ആഹാരം. മൺസൂൺ കാലത്ത് പ്രത്യുൽപാദനത്തിന് മാത്രമായി 2 ആഴ്ചയോളം ഇവ പുറത്തുവരും. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല മാവടിയിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തവളയെ ആദ്യം കണ്ടത്. ആദ്യം സ്വല്പം അങ്കലാപ്പുണ്ടായെങ്കിലും വിരയെ ഉൾപ്പെടെ കൊടുത്തതോടെ ആള് ഇണങ്ങിയ മട്ടായി. പക്ഷേ ഇതിനിടയിൽ മണ്ണ് തുളച്ച് രക്ഷപ്പെടാനും ശ്രമം നടത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും തങ്ങൾക്ക് പരിപാലന ചുമതലയില്ലെന്നും ഇതിനെ കണ്ടെത്തിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ തുറന്നുവിടണമെന്നുമാണ് മറുപടി ലഭിച്ചത്. ഇതോടുകൂടി തവളയെ കണ്ടെത്തിയ മേഖലയിൽ തന്നെ തിരിച്ചുവിട്ടു. രാവിലെ 10 മണിയായപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വീട്ടിൽ പണിയാൻ വന്നു. ആ സമയത്ത് റബ്ബറിന്റെ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ മണ്ണിന്റെ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇതിനെ കിട്ടുന്നത്. പാതാളത്തവളയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാക്കാൻ ശ്രമം നടത്തിയെങ്കിലും 2023 ആരും കാണാത്ത തവളയെ സംസ്ഥാന തവളയാക്കണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണപ്പെടുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ശുപാർശ നൽകിയത്. വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചതോടെ 2023 സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ശുപാർശ തള്ളി. എന്തായാലും അപൂർവമായി കാണപ്പെടുന്ന പാതാളത്തവളയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മാവടിക്കാർ. ജനം, ഇടുക്കി. പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേൽക്കാതെ ഒരു നാടിനെ ഋത്തിക്കുന്ന 2ാം ക്ലാസ്സുകാരെ രക്ഷിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴിതാ പാലക്കാട് തന്നെ ഷൊർണൂരിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ അവസരോചിതമായ ഇടപെടലും വൈറലായിരിക്കുകയാണ്. പാലക്കാട് ഷൊർണൂർ ഇപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് താരങ്ങൾ. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ ശ്രേയസ്, ശ്യാംശേഖർ, മുഹമ്മദ് റസാൻ, മനുരാജ്, ഗോകുൽ കൃഷ്ണ, അനന്തു കൃഷ്ണ, ഹരിദേവ്, അശ്വിൻ ചന്ദ്ര, അനശ്വർ, വിധു കൃഷ്ണ എന്നിവർ. എങ്ങനെയാണ് ഇവർ താരങ്ങളായതെന്നല്ലേ? കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചഭക്ഷണ ശേഷം വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു 8ാം ക്ലാസ്സുകാരായ ഈ കുരുന്നുകൾ. അപ്പോഴാണ് നല്ല തിരക്കുള്ള ഷൊർണൂർ കുളപ്പുള്ളി റോഡിൽ 70 വയസ്സുകാരനായ ഒരു വൃദ്ധൻ വീണ് കിടക്കുന്നത് വിദ്യാർത്ഥികൾ കണ്ടത്. പരിശോധിച്ചപ്പോൾ വൃദ്ധന് ബോധമില്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഇതോടെ വിദ്യാർത്ഥികൾ കയ്യിലുണ്ടായിരുന്ന വെള്ളം വൃദ്ധന്റെ മുഖത്തേക്ക് തളിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ ഓടിച്ചെന്ന് അധ്യാപകരെ വിവരമറിയിച്ചു. ഭക്ഷണം കഴിക്കാതെ തളർന്നു വീണതാണെന്ന് മനസ്സിലായതോടെ അടുത്തുള്ള ഹോട്ടലിലേക്ക് വൃദ്ധനെ കൊണ്ടുപോയി അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകി. ഞങ്ങളെല്ലാരും വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോ ഞങ്ങൾ ഇവനെ ഒരു കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരാൾ നടന്നു പോകണ്ടായിരുന്നു. ഞങ്ങൾ ആളെ ഇതായി കൂട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ വീണത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആളെ എടുത്തിട്ട് റോഡിലെ കടന്നു. റോഡിന്റെ സൈഡിലേക്ക് വേണ്ടിയിട്ട് തലേനായിട്ട് വേഗം വെച്ചു കൊടുത്തു. വെള്ളം വേണം പറഞ്ഞു വെള്ളം കൊടുത്തു. ഇനിയിപ്പോ സാർമാരെ വിളിക്കാൻ വേണ്ടിയിട്ട് 2 ആൾ വിട്ടു. അവര് സാർമാരെ വിളിച്ചു കൊടുത്തു. അങ്ങനെ സാർമാര് വന്നു, ഭക്ഷണം കൊടുത്തു. ആളെ കൂട്ടുകാരൻ്റെ ഒരു അച്ഛൻ പറഞ്ഞു. അതിന്റെ അച്ഛന്റെ വണ്ടിയിൽ കയറ്റിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി ആൾ ബസ്സിൽ പോയി.
ഇന്നലെ ഞങ്ങള് ഊണ് കഴിച്ചിട്ട് അവിടെ കൈ കഴുകിയിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മൾ 2 കുട്ടികൾ ഓടി വന്നിട്ട് സാറേ അവിടെ റോട്ടിൽ ഒരാൾ വീട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സജിത്ര സാറും കൂടിയിട്ട് പെട്ടെന്ന് റോഡിലേക്ക് പോയിരുന്നു. കുട്ടികൾ അവിടെ ചെന്നപ്പോൾ ഈ വീട് എടുക്കുന്ന ഒരു വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് റോഡിന്റെ സൈഡിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്കൊരു അഭിമാനം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് തന്നെ ആ സ്കൂൾ ബാഗ് തലയണായിട്ട് വെച്ചിട്ട് അവരത് കൊടുത്തേക്കാണ്. എന്നിട്ട് അവരെ കുട്ടികളെല്ലാവരും ഇങ്ങനെ നമ്മുടെ ഒരു സ്വന്തം ബന്ധുക്കളെ പോലെ അവരെ ശുശ്രൂഷിച്ചിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു അത്രയ്ക്ക് അഭിമാനം തോന്നിയ നിമിഷമാണ്. നിലവിൽ വൃദ്ധൻ ആരോഗ്യത്തോടെ കഴിയുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ നന്മ നിറഞ്ഞ പ്രവൃത്തി പുറം ലോകമറിഞ്ഞതോടെ ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ജനം, പാലക്കാട്. ഇന്ത്യയിൽ സംരക്ഷിക്കേണ്ട പാരമ്പര്യ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ് കിള്ളിമംഗലം പുൽപ്പായ. 8 സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഹകരണ സംഘമാണ് പായകൾ നെയ്യുന്നത്. വേരറ്റു പോകുമായിരുന്ന കരകൗശല വിദ്യ സംരക്ഷിച്ച് നിർത്തിയതാണ് ഇവർ. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരക്കടുത്തുള്ള കൊച്ചു ഗ്രാമമാണ് കിള്ളിമംഗലം. ഇവിടെ പരമ്പരാഗതമായി ഉൽപ്പാദിപ്പിച്ചു വന്നിരുന്ന പുല്ലുപായ ഇന്ന് സംരക്ഷിത കരകൗശല വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ സംരക്ഷിക്കേണ്ട 42 പാരമ്പര്യ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പട്ടികയിലാണ് കിള്ളിമംഗലം പുൽപ്പായ ഇടം പിടിച്ചത്. കേരളത്തിൽ നിന്ന് 3 കരകൗശല ഉൽപ്പന്നങ്ങൾ അപേക്ഷയിലുണ്ടായിരുന്നെങ്കിലും കിള്ളിമംഗലം പുൽപ്പായ മാത്രമാണ് പരിശോധനകൾക്ക് ശേഷം അവസാന ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കുറുവ സമുദായ അംഗങ്ങൾ പാരമ്പര്യമായി നെയ്തു വന്നിരുന്നതാണ് ഈ പുൽപ്പായ. കുറഞ്ഞ വേതനവുമായി പായ നെയ്യാൻ സാധിക്കാതായതോടെ വർഷങ്ങൾക്ക് മുൻപേ പലരും നെയ്ത്തുപേക്ഷിച്ചു. മൺമറഞ്ഞു പോകേണ്ടിയിരുന്ന പാരമ്പര്യ സ്വത്തിനെ സംരക്ഷിച്ചു നിർത്തിയത് ഒരുപറ്റം സ്ത്രീകളാണ്. 1953 ഇത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. അന്ന് മുതലേ ഇതൊരു കമ്മ്യൂണിറ്റി ബേസിൽ ചെയ്തു വന്നിരുന്ന തൊഴിലാണിത്. അത് കുറവ കമ്മ്യൂണിറ്റീസാണ് ചെയ്തു വന്നിരുന്നത്. അപ്പം വർഷങ്ങളായി അവരുടെ ഇതിൽ ആരുമില്ല. അപ്പം ഞങ്ങൾ ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് ഞങ്ങളൊരു 4 പേരാണ് ഈ 10-12 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ 8 പേരുണ്ട്. മുത്തങ്ങപ്പുല്ലുകൊണ്ടാണ് പായ നെയ്യുന്നത്. പാലക്കാട് നിന്നും പുല്ലെത്തിച്ച് ഉണക്കി നിറം ചേർത്ത് പായ നെയ്യുന്നു. 15 ദിവസം വരെ സമയമെടുത്താണ് ഓരോ പായയും നെയ്യുന്നത്. പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് ഈ പുല്ല് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പേര് മുത്തങ്ങപ്പുല്ല്. പുഴയുടെ വക്കത്തും ഒക്കെയാണ് ഈ പുല്ല് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. അവിടെ നിന്ന് നമുക്ക് പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് നമുക്ക് കിലോ കണക്കിന് നമ്മളിത് വാങ്ങിച്ച് കൊണ്ടുവരും. അതിനെ നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ പിന്നെ എല്ലാത്തിനും നെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. കളറ് വെക്കാനും ഒക്കെ അതേപോലെ ഉപയോഗിക്കുന്നത്. ഒരു ദിവസം വെള്ളത്തിലിട്ടേക്കും. അങ്ങനെ കറ കളഞ്ഞിട്ടാണ് നമ്മളിത് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പല്ലക്ക് പായ, കല്യാണപ്പായ, കെട്ടിമുക്ക്, പല്ലാങ്കുഴിപ്പായ, അഗ്നിപ്പായ, കണ്ണാടിപ്പായ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഡിസൈനുകളാണ് പരമ്പരാഗതമായി കിള്ളിമംഗലം പായക്കുള്ളത്. ഇതിനു പുറമെ ടേബിൾ മാറ്റും യോഗ മാറ്റും തുടങ്ങി ഉപഭോക്താവിൻ്റെ ആവശ്യമനുസരിച്ചുള്ള ഡിസൈനുകളും ഇവർ ഇവിടെ ചെയ്യുന്നു. പല്ലക്ക് പായ മാത്രമല്ല പരമ്പരാഗത പല്ലാങ്കുഴി, അതായത് ഈ പകിട് കളിക്കുക പറയും പണ്ട് രാജാക്കന്മാരുടെ പകിട്. ഒരു കുഴി വാൽക്കണ്ണാടി പോലെ ഉണ്ടാവും. അതൊരു കുഴി കണക്കുണ്ട്. 3 കുഴി ഇത് വെച്ചിട്ട് 21 എണ്ണം നെയ്തിട്ട് പല്ലാങ്കുഴിപ്പായ, പിന്നെ അഗ്നിപ്പായ, കണ്ണാടിപ്പായ, കല്യാണപ്പായ, ഇതൊക്കെ പരമ്പരാഗതമായിട്ട്. കല്യാണപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് നെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ നമുക്ക് ഓർഡർ ഇന്ന ആളുടെ പേരും ഇതും വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കും. അഗ്നിപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമം ഇല്ലേ, പണ്ടൊക്കെ യാഗം നടത്തുമ്പോൾ ഹോമം ഇപ്പോഴും ഉണ്ട് മരങ്ങൾ, അതേപോലെ ആ ബേസിൽ ചെയ്യുന്നതാണ് അഗ്നിപ്പായ. പിന്നെ കണ്ണാടിപ്പായ എന്ന് പറയുന്നത് നമ്മൾ ഡയമണ്ട് മോഡലിൽ ചെയ്തിട്ട് അങ്ങനെ. പുല്ല് കൊടുന്ന് ഒരു പായയാക്കാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ആ പുല്ല് നേരെ ഡയറക്റ്റായിട്ടാണ് അവർ കൊടുന്ന് തരിക. അത് കൊടുന്ന് നമ്മളൊരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും. അതിൻ്റെ കറ കളഞ്ഞ് അത് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ പൊടിയിട്ടിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കും. നല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് അത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ ഏത് പായയാണ് നെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ ആ പായ നെയ്യാൻ. കിള്ളിമംഗലം പുൽപ്പായ സൊസൈറ്റി സ്ത്രീ മുന്നേറ്റത്തിന്റെ നാഴികക്കല്ല് കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിനോടകം നിരവധി സ്ത്രീകൾ പായ നെയ്യുന്നതിൽ പരിശീലനം നേടി. ഞാൻ വന്നിട്ട് 2 വർഷമാവണേ ഉള്ളൂ.
ഞങ്ങൾക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു 4 പേര് ഇവിടെ വന്നത്. അതിൽ ഞാനും ഇവിടെ ചേർന്നു. നേരത്തെ യുനെസ്കോയുടെ അംഗീകാരവും കിള്ളിമംഗലം പുൽപ്പായക്ക് ലഭിച്ചിരുന്നു. വിദേശികളടക്കം കിള്ളിമംഗലം പുൽപ്പായ തേടി വരുന്നവരും ഏറെയാണ്. എങ്കിലും കുറഞ്ഞ വേതനമെന്നത് പായ നെയ്ത്തിലേക്ക് കടന്നു വന്ന സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളിയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ 8 പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുമാനത്തിലേക്ക് പോവാൻ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഈ ഒരു വർക്കിനോടും അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇതേപോലെ സഹായങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ മാർക്കറ്റ് അത്യാവശ്യം ചെയ്യുന്നുണ്ട്. എങ്കിലും കൂടെ ഞങ്ങളുടെ പായകളൊക്കെ വിലയുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു മാർക്കറ്റിങ്ങിൻ്റെ സഹായം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു വരുമാനം കൃത്യമായിട്ട് കിട്ടണ രീതിയിൽ ആയിത്തീരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് അതിനായിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേരും ഇതിൽ പ്രതീക്ഷിക്കുകയാണ്. ക്യാമറമാൻ വിപിൻ കോതച്ചിറക്കൊപ്പം കിരൺകുമാർ, ജനം, തൃശൂർ. കാഴ്ചപ്പതിപ്പ് പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്തേ.